إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. വെള്ളിയാഴ്ചക്ക് തുല്യമായ അറബി പദം യൗമുൽ ജുമുഅ, ജമഅയിൽ നിന്നാണ് ജുമുഅ എന്ന പദം വന്നത്. ഒരുമിച്ച് കൂടുന്ന ദിവസം. മുസ്ലിങ്ങളായ എല്ലാവരും ഒരു സമയം നിശ്ചയിച്ച് അവരുടെ മഹല്ലിലെ പള്ളിയിൽ ഒത്തുകൂടുക, ആഴ്ചയിലൊരിക്കൽ ഒത്തുകൂടുക, വെള്ളിയാഴ്ച ഒത്തുകൂടുക എന്നത് വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ്. ഈ ദിവസത്തെ പലരും ഒരു സാധാരണ ദിവസമായിട്ട് കാണുന്നു. ഇതൊരു സാധാരണ ദിവസമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന യൗമൽ ജുമുഅ സയ്യിദുൽ അയ്യാം വഅഅലമുഹാ ഇൻദല്ലാഹ്. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമ. എല്ലാറ്റിനും ഒരു സയ്യിദുണ്ട്, എല്ലാറ്റിനും ഒരു നേതാവുണ്ട്. ദിവസങ്ങളുടെ സയ്യിദാണ്, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. നമ്മുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ദിവസങ്ങളുടെ നേതാവാണ്, സയ്യിദാണ് വെള്ളിയാഴ്ച. വഅഅലമുഹാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഏറ്റവും അധികം മഹത്വരമാണ് ഈ ദിനം. എത്രത്തോളം? വഹുവ അഅലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹ വയൗമിൽ ഫിത്ർ. യൗമുൽ അദ്ഹയേക്കാൾ, ബലിദിനത്തേക്കാൾ, ഫിത്ർ ദിവസത്തേക്കാൾ മഹത്തരമാണ് അല്ലാഹുവിന്റെ അടുക്കൽ. കാരണം ഫീഹി ഖംസു ഖിസാൽ, 5 കാര്യങ്ങൾ സംഭവിച്ചത് ഈ ദിവസത്തിലാണ്. ഒന്ന്, ഖലഖല്ലാഹു ഫീഹി ആദം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത്. വഅഹ്ബതല്ലാഹു ആദമ ഫീഹി ഇലൽ അർള്. സ്വർഗ്ഗലോകത്ത് നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയത്. വഫീഹി തവഫല്ലാഹു ആദം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു മരിപ്പിച്ചത്. നാലാമത്തേത് വഫീഹി സാഅത്തുൻ ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ശൈഅൻ ഇല്ലാ അഅതാഹുല്ലാഹു മാ ലം യസ്അൽ ഹറാമൻ. ഹറാം ചോദിക്കാത്തിടത്തോളം ഒരു അടിമ ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഏതൊരു അടിമയും ഹറാം ചോദിക്കാത്തിടത്തോളം അല്ലാഹ് ആ സമയവുമായി അവന്റെ ചോദ്യം യോജിച്ചു വന്നാൽ അല്ലാഹ് നൽകാതിരിക്കുകയില്ല.
തീർച്ചയായിട്ടും ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയം, ഒരു പ്രത്യേക സമയം ഈ ദിവസത്തിലുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ആ സമയത്ത് ഒരു അടിമ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല നൽകാതിരിക്കുകയില്ല. വെള്ളിയാഴ്ചക്ക് നാം കാണേണ്ട ഏറ്റവും വലിയ മഹത്വം അതാണ്. ആ സമയം ഏതെന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടില്ല. ഹദീസ് പണ്ഡിതന്മാർ പല വിശദീകരണവും ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ഒരാൾ ജുമുഅക്ക് വന്ന് ഖതീബ് മിമ്പറിലേക്ക് കയറുന്നത് വരെയുള്ള സമയമാണെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടവരുണ്ട്. ജുമുഅ മുതൽ അസ്ർ വരെയുള്ള സമയമാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഏതായാലും ഒരു സമയമുണ്ട്. അഞ്ചാമത്തേതായി മനസ്സിലാക്കേണ്ടത് വഫീഹി തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുക വെള്ളിയാഴ്ചയാണ്. ലോകാവസാനം ആരംഭിക്കുന്നത് അത് വെള്ളിയാഴ്ചയാണ്. ആ നിലക്ക് നാം ഭയപ്പെടേണ്ട ഒരു ദിവസവും കൂടിയാണ്. മാ മിൻ മലക്കിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർളിൻ വലാ റിയാഹിൻ വലാ ജിബാലിൻ വലാ ബഹ്റിൻ ഇല്ലാ വഹുന്ന യുഷ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ. റബ്ബിലേക്ക് അടുത്ത, റബ്ബിന്റെ ഏറ്റവും മുഖറബീങ്ങളായ ഒരു മലക്കുമില്ല, ഒരു ആകാശമില്ല, ഭൂമിയില്ല, കാറ്റില്ല, പർവ്വതമില്ല, സമുദ്രമില്ല. വെള്ളിയാഴ്ച ദിവസം വന്നാൽ ഇല്ലാ വഹുന്ന യുഷ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ ഭയപ്പാടോടു കൂടിയാണ് അവർ നോക്കിക്കാണുക. കാരണം അന്ത്യനാൾ സംഭവിക്കുക ആ ദിവസത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സുബഹി മുതൽ, സുബഹി നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ സുബഹിക്ക് സൂറത്തു സജദയും സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ദലായ ദിവസമാണ്. അന്നാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും വഫീഹി ഖുബില, അദ്ദേഹത്തെ മരണപ്പെടുത്തിയതും വഫീഹി അന്നഫ്ഖ വഫീഹി അസ്സഅഖ, അന്നാണ് കാഹളത്തിൽ ഊതപ്പെടുന്നത്. ആളുകളൊക്കെ മരണപ്പെട്ട് വീഴുന്നത് അന്നാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്സലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കണം. കാരണം ഫഇന്ന സ്വലാതകും മഅറൂലത്തുൻ അലയ്യ, എന്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അറം, നിങ്ങൾ മണ്ണിൽ ലയിച്ചതിനു ശേഷം, മണ്ണിൽ നുരുമ്പിയതിനു ശേഷം എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക? അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖദ് ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം ഒരിക്കലും തന്നെ മണ്ണ് ഭക്ഷിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കാൻ, വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുകയുണ്ടായി. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു അലഹു മിനൻ നൂരി ബൈനൽ ജുമുഅത്തൈൻ, രണ്ട് ജുമുഅകൾക്കിടയിലുള്ള അവന്റെ ദിവസം, ആ ദിവസങ്ങൾ പ്രകാശപൂരിതമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിക്കൽ പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ വസ്സാബിഖൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ, നമ്മൾ അവസാനത്തെ സമുദായമാണ്, നമ്മൾ അവസാനത്തെ സമുദായമാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ നമ്മൾ ഒന്നാമത്തേതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക ഈ അവസാനത്തെ ഉമ്മത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബൈദ അന്നഹും ഊതുൽ കിതാബ മിൻ ഖബ്ലിനാ സുമ്മ ഹാദാ യൗമുഹുൽ ലദീ ഫുരിള അലൈഹിം, ജൂത ക്രൈസ്തവർക്ക് ഇബാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ഫർളായി നിശ്ചയിക്കപ്പെട്ട ദിവസം ഇതായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് തെരഞ്ഞെടുക്കുവാനുള്ള വിവേചന അധികാരം നൽകി. ക്രിസ്ത്യാനികളും ജൂതരും ഈ വിഷയത്തിൽ ഇഖ്തിലാഫിലായി. അവർ വെള്ളിയാഴ്ചയെ ഒഴിവാക്കി. ഫഖ്തലഫൂ ഫീ ഇന്നമാ ജുഇല അസ്സബ്തു അലല്ലദീന ഇഖ്തലഫൂ ഫീ, ക്രൈസ്തവർ ഞായറാഴ്ചയും ജൂതവിഭാഗം ശനിയാഴ്ചയും തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഫഹദാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല
നമുക്ക് ഹിദായത്ത് നൽകി. ഫന്നാസു ലനാ ഫീഹി തബഉൻ, ജനങ്ങൾ മുഴുവൻ, അവൻ ജൂതനാകട്ടെ ക്രൈസ്തവനാകട്ടെ, ആരാധനക്കായി ഇബാദത്തിനായി നിഷ്കർഷിക്കപ്പെട്ട വിഷയത്തിൽ അവരൊക്കെ നമ്മുടെ പിന്നാലെയാണ് വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അൽ യഹൂദു ഗദൻ, നമുക്ക് പുറകെയാണ് ജൂതന്മാർ വരുന്നത്, നാളെയാണ് ജൂതർ. അതുപോലെ വൻ നസാറ ബഅദ ഗദ്, ക്രൈസ്തവർ മറ്റന്നാളെയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച എന്നത്, യൗമുൽ ജുമുഅ എന്നത് ഒരു സാധാരണ ദിവസമല്ല. വിശ്വാസികളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. എന്തിന്? ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനം അതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അതാണ് ലക്ഷ്യം. ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ധൃതിപ്പെട്ടു വരണേ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു കൊണ്ടുവരണേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഉപദേശം നൽകിയിരുന്നു. അവരുടെ അഖീദ, സമൂഹത്തിന്റെ അഖീദ, സമുദായത്തിന്റെ അഖീദ, അവരുടെ പ്രവർത്തനം അത് തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും കൃത്യമായി ഖുതുബയിലൂടെ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കൂ, ബഹുഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, അവരൊന്നടങ്കം പള്ളികളിലേക്ക് വരുന്നു, പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പള്ളി പിരിഞ്ഞ് ഓരോ ആഴ്ചയും സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബയുടെ ഭാഷയുടെ വിഷയത്തിൽ തർക്കിച്ച് നല്ല ഉപദേശം കൊടുക്കേണ്ടുന്ന സാഹചര്യം കേവലം ഏടുവായനയിൽ ഒതുക്കി സമൂഹം ഒന്നുമില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ബഹുഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ പോലും പ്രവാചകന്റെ ജീവിതത്തിൽ എടുത്തു നോക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഖുതുബ പോലും തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ശ്രോതാവിന്, ഓഡിയൻസിന് മനസ്സിലാകാത്ത രൂപത്തിൽ പ്രവാചകൻ സംസാരിച്ചിട്ടില്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ആ ഖൗമിന്റെ ഭാഷയിലല്ലാതെ. ഏതൊരു ഖൗമിലേക്കാണോ ഏതൊരു റസൂൽ നിയോഗിക്കപ്പെട്ടതെങ്കിൽ അവർക്ക് തിരിയുന്ന, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലാതെ ആ റസൂൽ അവരോട് സംസാരിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രവുമല്ല, എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാവർത്തികമാക്കിയത്? ഭാഷയുടെ പേരിൽ തർക്കിക്കുന്നവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക? നിങ്ങൾ നോക്കൂ, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ അതൽ മസ്ജിദ്, ഒരാൾ പള്ളിയിലേക്ക് കയറി വരാൻ, വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ്, പ്രവാചകൻ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അസ്വല്ലൈത, നിസ്കരിച്ചോ? നിസ്കരിച്ചോ? തഹിയ്യത്ത്, നമസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. ഖും ഫർക, ആ ഇരുന്ന അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. ഭാഷയുടെ പേരിൽ തർക്കിക്കുന്നവർക്ക് ഇത്തരത്തിൽ സാന്ദർഭികമായ ഉപദേശം എങ്ങനെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എങ്ങനെയായിരുന്നു? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖതബ ഇഹ്മറത് ഐനാ, പ്രവാചകൻ ഖുതുബ നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കാറുണ്ടായിരുന്നു. കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ. കഅന്നഹു മുൻദിറു ജൈഷിൻ, ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന, യുദ്ധരണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന ഒരു സൈന്യത്തിന് എത്ര ഗൗരവത്തോടു കൂടിയാണോ മുന്നറിയിപ്പ് നൽകേണ്ടതെങ്കിൽ അതേ രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചിരുന്നത്. വഅലാ സൗതുഹു, പ്രവാചകന്റെ ശബ്ദം ഉയരുമായിരുന്നു. വഷ്തദ്ദ ഗളബുഹു, പ്രവാചകന് ദേഷ്യം കഠിനമാകുമാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കേണ്ട സന്ദർഭത്തിൽ ദേഷ്യത്തോടുകൂടി തെറ്റിനെ കുറിച്ച് സമൂഹം പിഴക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കണ്ടാൽ, അവിടെ പ്രവാചകന്റെ മുഖത്ത്, പ്രവാചകന്റെ ശബ്ദത്തിൽ, പ്രവാചകന്റെ സ്വഭാവത്തിൽ അത് പ്രകടമായിരുന്നു. അന്നേരം അവരോട് പറയും, സ്വബ്ബഹക്കും വമസ്സാക്കും, ഇതാ
നിങ്ങൾക്ക് രാവിലെ തന്നെ വരാനിരിക്കുന്നു, ഇതാ വൈകുന്നേരം നിങ്ങൾക്ക് വരാനിരിക്കുന്നു, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകും. എന്നിട്ട് പറഞ്ഞു, ബുഇത്തു അന വസ്സാഅതു കഹാതൈൻ, രണ്ട് വിരലുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാനും അന്ത്യസമയം ഇതുപോലെയാണ്. വയഖൂലു അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഉമൂരി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാറുണ്ടായിരുന്നു. സമൂഹത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഖുതുബയിലൂടെ, അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, രൂപത്തിൽ അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് നിർവഹിക്കപ്പെടേണ്ടത്. മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് വളരെ നിശബ്ദതയോടുകൂടി അവരത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? കഅന്ന അലാ റൂസിഹിമുത് തയ്ർ, ഒരു പക്ഷി അവരുടെ തലയിൽ വന്നിരുന്നാൽ അതങ്ങനെ അതിനിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ, എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവാചകനിൽ നിന്ന് എന്തൊക്കെ കേൾക്കുന്നുവോ അതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് പ്രാവർത്തികമാക്കാവുന്ന രൂപത്തിൽ ശ്രദ്ധയോടുകൂടി അവർ കേൾക്കുമായിരുന്നു, ഇരിക്കുമായിരുന്നു എന്ന ഈ ഒരു സമീപനം, ഈ ഒരു സ്വാധീനം, അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് നമ്മളിലുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുതുബക്കിടയിൽ മൊബൈലിൽ കളിക്കുന്നവരുടെ, ഖുതുബക്കിടയിൽ സംസാരിക്കുന്നവരുടെ, ഖുതുബക്കിടയിൽ ചാരിയിരിക്കുന്നവരുടെ, ഖുതുബക്കിടയിൽ ഉറങ്ങുന്നവരുടെ അവസ്ഥ എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നമുക്ക് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രവാചകന്റെ പള്ളി നമുക്കറിയാം, മണൽ വിരിച്ച പള്ളിയാണ്. പള്ളിക്കുള്ളിൽ കാർപ്പറ്റില്ല, ടൈലില്ല, അവിടെ മാർബിളില്ല. അന്ന് മണൽ വിരിച്ച ആ പള്ളിയിൽ, പ്രവാചകന്റെ ആ പള്ളിയിൽ ജുമുഅക്ക് വന്ന ആളുകൾ, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ മസ്സൽ ഹസാ ഫഖദ് ലഗ, ആരാണോ കല്ലിൽ കളിച്ചത്, ചരൽ കല്ലിൽ ആര് കളിച്ചോ അവന്റെ ജുമുഅ ബാത്തിലാണ്. ഫലാ ജുമുഅത ലഹു, അവന് ജുമുഅ ഇല്ല. യഹ്റുമു മിൻ അജ്രിൽ ജുമുഅ, അവന്റെ ജുമുഅയുടെ പ്രതിഫലത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ജസ്റ്റ് ഒന്ന് ചരൽക്കല്ലിൽ കളിച്ചാൽ, ഇന്നിവിടെ ചരൽക്കല്ലില്ല, പകരം ആ സ്ഥാനം കയറി വന്നിട്ടുള്ളത് മൊബൈലാണ്. ഒന്ന് മെസ്സേജ് നോക്കാം, ഒന്ന് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. ഇങ്ങനെ അത് ഇതിനും ബാധകമാണ്. മൻ മസ്സൽ ഹസ, ആര് ചരൽക്കല്ല് സ്പർശിച്ചോ എന്ന സ്ഥാനത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം മൊബൈലാണ്. ഖുതുബയുടെ, ജുമുഅയുടെ പ്രതിഫലത്തെ അത് ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോ സുഗന്ധം പൂശി, വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധമായി സുഗന്ധം പൂശി പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിൽ വന്ന് പെരടി ചാടി കടക്കാതെ ഇരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. വളരെ ഗൗരവത്തിലാണ് ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നേരത്തെ വന്ന ആളുകൾ സശ്രദ്ധം ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശ്രവിക്കുന്നതിന് കോട്ടം സംഭവിക്കുന്ന രൂപത്തിൽ അവസാനം വന്നു, എന്നിട്ട് ആദ്യത്തെ സൊഫിലേക്ക് എത്തണം. അങ്ങനെ ചാടിക്കടന്ന്, പെരടി ചാടിക്കടന്ന് വരുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ പ്രവാചകൻ ശക്തമായ താക്കീത് നൽകി. നരകത്തിലേക്കൊരു പാലമുണ്ടാക്കി എന്ന് വരെ പറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ആളുകളുടെ ചുമലിലൂടെയാണ് അവൻ പാലുണ്ടാക്കിയത്, അതിന് അവനുള്ള പാലം നരകത്തിലേക്കാണ് എന്ന് വരെ പറഞ്ഞത് കാണാൻ കഴിയും. സൊഫിൽ ഗ്യാപ്പ് ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? തൊട്ട് പുറകിലുള്ളവർ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ സംസാരിക്കുക, ഖുതുബക്കിടയിൽ, ജുമുഅക്കിടയിൽ സംസാരിക്കുക. അവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്, ഇദാ ഖുൽത ലി സാഹിബിക്, നിന്റെ സാഹിബിനോട് നീ പറഞ്ഞു, അൻസിത്, നിന്റെ കൂട്ടുകാരനോട് അവൻ സംസാരിച്ചപ്പോ നല്ല നിലക്ക് അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ, മിണ്ടാതിരിക്കുന്നു പറഞ്ഞവന്റെ ഖുതുബ തന്നെ ബാത്തിലാണ്. പിന്നെ സംസാരിച്ചവന്റെ കാര്യം പറയാനില്ലല്ലോ. അത്രയും, കാരണം ഇത് ഇബാദത്താണ്, ഇത് ഇബാദത്താണ്. ജുമുഅ എന്നത് ഇബാദത്താണ്. ഇബാദത്തിനിടയിൽ അത്തരം അശ്രദ്ധമായ ഒരു കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല.
അത് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് വളരെ സംസാരിക്കാതെ, മൊബൈലിൽ കളിക്കാതെ നേരത്തെ പള്ളിയിലെത്തി സ്വഫ് പൂർത്തിയാക്കി അവർ ഇരുന്ന് ഖുതുബ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ജുമുഅയുടെയും അടുത്ത ജുമുഅയുടെയും ഇടയിലുള്ള അവന്റെ എല്ലാ ചെറിയ പാപങ്ങളും അതോടുകൂടി പൊറുക്കപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നേരത്തെ തന്നെ നല്ല വസ്ത്രം ധരിച്ച്, വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേകം വസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ്. വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേകം വസ്ത്രം, ആ വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധം പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂശി പള്ളിയിലേക്ക് പുറപ്പെട്ട് അവർ പള്ളിയിൽ വന്നിരുന്നാൽ അവർക്കുള്ള പ്രതിഫലം എത്രയെന്നറിയോ? മൻ ഗസ്സല യൗമുൽ ജുമുഅ, അവൻ കുളിച്ചു, വഗതസല വബക്കറ വബതക്കറ, ജുമുഅക്ക് വേണ്ടി ജുമുഅയുടെ നിയ്യത്ത് വെച്ചിട്ട് അവൻ കുളിച്ചു, അവൻ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, വമശ വലം യർകബ്, അവൻ വാഹനത്തിൽ കയറാതെ നടന്നു വന്നു, വദനാ മിനൽ ഇമാം, നമ്മുടെ പള്ളിയിൽ ഒന്നും കൂടി കനത്തിൽ പറയേണ്ടതാണ്, വദനാ മിനൽ ഇമാം, ഇമാമിനോട് അടുത്തിരുന്നാൽ ആദ്യം വരും, എന്നിട്ട് ചുമരിൽ അങ്ങനെ ചാരിയിരിക്കാം. ഇമാം, ഇമാമിനോട് അടുത്തിരുന്നു. ആദ്യം വന്നിരിക്കേണ്ടവർ ഈ ഒന്നാമത്തെ സഫാണ് പൂർത്തീകരിക്കേണ്ടത്. പിന്നെ വരുന്നവർ രണ്ടാമത്തെ സഫ് പൂർത്തീകരിക്കണം. ഒരു പക്ഷേ ശാരീരികമായി ഈ ഒരു അല്പസമയം പോലും ഇവിടെ വന്നിരിക്കാൻ പ്രയാസമുള്ളവർക്ക് വേണമെങ്കിൽ അള്ളാഹിനോട് നമുക്ക് ഉഴുതുർ പറഞ്ഞു നോക്കാം. അവര് മാത്രമാണ് ആ നിലക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. വദനാ മിനൽ ഇമാം, ഇമാമിനോട് അടുത്തിരുന്നു. അടുത്തിരുന്നു മാത്രല്ല, വലം യൽഗു, നേരത്തെ പറഞ്ഞ പോലെ ഖുതുബ ലഘുവായി പോണ, ലഘുവിൽ ഏർപ്പെടാതെ ഖുതുബ ബാത്തിലായി പോകുന്ന അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനത്തിലും അവൻ ഏർപ്പെടാതെ അവൻ ഇരുന്നാൽ കാന ബികുല്ലി ഖത്വത്തിൻ അമലു സനത്തിൻ അജ്റു സിയാമിഹ വഖിയാമിഹ, വീട്ടിൽ നിന്ന് ഒളു ചെയ്തിട്ടാണ് വരുന്നത്. ഈ നിയ്യത്തോടു കൂടി നേരത്തെ പുറപ്പെട്ടതാണ്. പള്ളിയിലേക്ക് എടുത്തു വെക്കുന്ന, ജുമുഅക്ക് വേണ്ടി എടുത്തു വെക്കുന്ന അവന്റെ ഓരോ സ്റ്റെപ്പിനും ഓരോ വർഷം അവൻ നോമ്പനുഷ്ഠിച്ച, അതുപോലെ തന്നെ നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നമസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇദാ സ്വല്ല അഹദുക്കും അൽ ജുമുഅ, നിങ്ങളിൽ ഒരാൾ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫൽയുസല്ലി ബഅദഹ 4 റക്അത്തിൻ, ജുമുഅക്ക് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ജുമുഅക്ക് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, കാന ഇദാ സ്വല്ല ഫിൽ മസ്ജിദി സ്വല്ല 4 വ ഇദാ സ്വല്ല ഫി ബൈതിഹി സ്വല്ല റക്അത്തൈൻ, പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 നിസ്കരിക്കും, വീട്ടിലേക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 നമസ്കരിച്ചാൽ മതി എന്ന്. അപ്പൊ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ 2 മതി. അതല്ല, പള്ളിയിൽ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 നമസ്കരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. നമ്മുടെ ഏർപ്പാടൊക്കെ കഴിഞ്ഞ് അവസാനം ആ 2 റക്അത്ത് നമസ്കാരത്തിന് വേണ്ടി എത്തല്ല വേണ്ടത്. ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരിക എന്ന് പറയുമ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉപദേശം, ഓരോ ആഴ്ചയിലെയും ഉപദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കേട്ട് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാനുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ വരേണ്ടത്. അല്പസമയം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഉറങ്ങാം എന്നുള്ള നിയ്യത്തിലല്ല പള്ളിയിലേക്ക് വരേണ്ടത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മൻ മസ്സൽ ഹസ, ചരൽ കല്ല് സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ ലഘുവിൽ ഏർപ്പെട്ടു, ഖുതുബയെ ജുമുഅയെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നവരുടെ കഥ എന്താണ്? അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. പിന്നെ അവസാനം വരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തഖഉദുൽ മലായികതു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ ഇരിക്കുന്നുണ്ട്. അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ കവാടത്തിങ്കൽ വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ ഇരിക്കും. എന്നിട്ടോ മഅഹുമുസ്സുഹ്, അവരുടെ അടുക്കൽ രേഖയുണ്ട്, രജിസ്റ്റർ ഉണ്ട്. ആദ്യം കടന്നു വരുന്നവരുടെ പേരുകൾ ആ ഓർഡറിൽ തന്നെ അവരുടെ രജിസ്റ്ററിൽ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ രജിസ്റ്റർ അവർ അടച്ചു വെക്കും. എന്നിട്ട് ഇവിടെ പറയുന്ന ദിക്ർ അവർ ശ്രദ്ധിച്ചു കേൾക്കും, ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കും. അപ്പൊ ഇവിടെ ഇമാം മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ
പിന്നെ വരുന്നവരുടെ പേര് വിവരങ്ങളൊന്നും അവരുടെ രജിസ്റ്ററിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഇന്ന് മലക്കുകൾ അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൽ എന്റെ പേരുണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഇല്ല, ഇന്ന് വരെ പെട്ടിട്ടില്ല എന്നും ഞാനിങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് വരാറുള്ളത് എന്നതാണ് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് മറുപടി പറയുന്നതെങ്കിൽ അടുത്ത ആഴ്ച മുതലെങ്കിലും നമ്മളത് ഒന്ന് മാറ്റാൻ തയ്യാറാവുക. അതുപോലെ തന്നെ നേരത്തെ വന്ന് ചുമരിൽ ചാരിയിരിക്കുന്നവർ അടുത്ത ആഴ്ച മുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് കയറിയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. വന്നിട്ട് അല്പസമയം നമ്മുടെ ജോലി തിരക്കിനിടയിൽ നന്നായിട്ട് ഇവിടെ ഇരുന്നിട്ടൊന്ന് ഉറങ്ങുക എന്നുള്ള നിയ്യത്തോടു കൂടി അല്ലെങ്കിലും വന്നിട്ട് ഉറക്കം വല്ലാതെ പിടിപെടുന്നവർ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് അതിലൊരു സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്നു മാപ്പാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനസികമായി ആ റമദാനിനെ വരവേൽക്കാൻ നമ്മൾ സന്നദ്ധമായിക്കൊണ്ടിരിക്കേണ്ട സന്ദർഭമാണ്, സമയമാണ് ഇപ്പോൾ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം അത് എപ്പോഴായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി നമ്മളെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കതറിയാം. ചെറിയ ഒരു സൂറത്തിലൂടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അത് അവതരിക്കപ്പെട്ടത് എന്നാണ്. ലൈലത്തുൽ ഖദർ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാണ്. സൂറത്തുൽ ദുഖാനിലെ മൂന്നാമത്തെ ആയത്തിലും പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, മുബാറക്കത്തായ രാത്രിയിലാണ്, രാവിലാണ് ഇത് അവതരിക്കപ്പെട്ടത് എന്നത്. അപ്പൊ ഇവിടെ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ലൈലത്തുൽ ഖദറാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഇന്നഹു അൻസലഹു ഫീ ലൈലത്തി മുബാറക, ലൈലത്തുൽ മുബാറകയിലാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. വഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറിലാണ്. വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, അതാകട്ടെ റമളാൻ മാസത്തിലുമാണ്. വളരെ വ്യക്തമാണ്. കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ 15-നാണ് എന്ന് പറയുന്നത് തീർത്തും നിരർത്ഥകമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്നതിന്റെ ഉദ്ദേശം ബറാഅത്ത് രാവാണ് എന്നും അത് ശഅബാൻ 15-നാണ് എന്നും പറയുന്നത് വിശുദ്ധ ഖുർആനിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അത്തരം വാദക്കാരെ ഇബ്നു കസീർ റഹ്മഹുല്ലാ എതിർക്കുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു വമൻ ഖാൽ, ആരെങ്കിലും പറഞ്ഞാൽ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ പാതിരാവിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കമാ റുവിയ അൻ ഇക്രിമ, ഇക്രിമയുടെ റിപ്പോർട്ട് പിടിച്ച് ഫഖദ് അബ്അദൻ നജഅത ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹാ ഫീ റമളാൻ, അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വിദൂരത്തായിട്ടുണ്ട്. കാരണം ഖുർആൻ നസ്സായി പറഞ്ഞ വിഷയമാണ് ഇത് റമളാനിലാണ് അവതരിക്കപ്പെട്ടത് എന്നത്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വിഷയമാണ്, അറിയാവുന്ന വിഷയമാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം അതിറങ്ങിയത് അത് റമളാനിലാണ് എന്നത്. ശഅബാൻ പകുതിയിലാണ് ഖുർആനിന്റെ അവതരണം ഉണ്ടായത് എന്ന ഉദ്ദേശത്തിൽ വന്ന ഹദീസ്, അതുപോലെ തന്നെ അത്തരം അഭിപ്രായങ്ങൾ അതെല്ലാം വളരെ ദുർബലമാണ് എന്നത് ഇമാം തുബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ, ഇബ്നു ആശൂർ തുടങ്ങി ധാരാളം മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതെല്ലാം ദുർബലമാണ് എന്ന്.
അപ്പൊ ഈ ഒരു പേരും പറഞ്ഞ് ഷാബാൻ 15-ന് ബറാഅത്ത് രാവി എന്ന പേരിൽ നോമ്പ് നോൽക്കുകയും പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നത് നബിയോ സ്വഹാബത്തോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനി വിഷയത്തിൽ അതിലില്ലാത്തത് ആര് പുതുതായി ഉണ്ടാക്കിയാലും അത് തള്ളപ്പെടേണ്ടതാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഈ പ്രത്യേകമായ നോമ്പ് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പ്രവാചകനോ സ്വഹാബത്തോ പഠിപ്പിക്കാത്ത നോമ്പനുഷ്ഠിക്കുകയും 3 യാസീൻ ഓതുകയും രാത്രിയിൽ സ്വലാത്തുർ റഗായിബ് എന്നുള്ള പേരിൽ പ്രത്യേകമായ നമസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ പുത്തൻ ആചാരങ്ങൾ പ്രവാചകനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്തത് ആളുകൾ പ്രചരിപ്പിക്കുകയും അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് നമ്മൾ ഉൾക്കൊള്ളുകയും ഇത് ഖുർആനോ സുന്നത്തോ പഠിപ്പിച്ചിട്ടില്ല, റസൂലിനോ സ്വഹാബത്തിനോ പരിചിതമല്ല എന്നത് നമ്മൾ ഉൾക്കൊള്ളുകയും ഇത്തരം ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന് മുക്തമായി സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദല്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.